കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ന്യൂസിലൻഡ് 5ാം ട്വന്റി-20യുടെ ടോസ് സമയത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇങ്ങനെ പറഞ്ഞു: "ഡോണ്ട് വറി, സഞ്ജു ഈസ് പ്ലേയിങ്." ഇഷാൻ കിഷൻ പരിക്കുമാറി ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആരാധകരെ ആവേശത്തിലാക്കി സൂര്യയുടെ പ്രതികരണമെത്തിയത്. അതിന് പിന്നാലെ ആവേശത്തിൽ സ്റ്റേഡിയം ആർത്തുവിളിച്ചു. പക്ഷേ ആ ആഹ്ലാദത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഓപ്പണറായി ബാറ്റിംഗിനിറങ്ങിയ സഞ്ജു വെറും 6 പന്തുകൾ മാത്രം നേരിട്ട് പുറത്തായി. 4 ദിവസങ്ങൾക്ക് ശേഷം മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ലോകകപ്പിന് മുൻപുള്ള ഏക സായാഹ്ന മത്സരത്തിന്റെ ടോസ് സമയത്ത് ഇന്ത്യയുടെ ഓപ്പണിംഗ് കോമ്പിനേഷനെ പറ്റി ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇങ്ങനെ പറഞ്ഞു: "ഡെഫിനറ്റ്ലി അഭിഷേക്, ഇഷാൻ." വെറും 4 ദിവസത്തെ ഇടവേളയിലാണ് ക്യാപ്റ്റൻ സൂര്യയുടെ ഈ 2 പ്രതികരണങ്ങൾ. ലോകകപ്പ് പ്ലേയിങ് 11-ൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ തന്നെ സഞ്ജു സാംസന്റെ ഭാവി സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. ഏറെക്കാലമായി ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനം തുലാസിലായിരുന്നു. എന്നാൽ ലോകകപ്പ് ടീമിൽ പ്രധാന വിക്കറ്റ് കീപ്പറായതോടെ ഒരിക്കൽ കൂടി താരം ടീമിൽ ഇടം ഉറപ്പിച്ചെന്ന് എല്ലാവരും കരുതി. എന്നാൽ ന്യൂസിലൻഡിനെതിരായ പരമ്പര എല്ലാം തകിടം മറിക്കുകയായിരുന്നു. 2024-ലെ ട്വന്റി ലോകകപ്പിന് ശേഷം അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമായിരുന്നു ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണർമാർ. 2025-ലെ ഏഷ്യ കപ്പിന് മുന്നോടിയായി ശുഭ്മൻ ഗിൽ ടീമിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് സഞ്ജുവിന് ഓപ്പണർ റോൾ നഷ്ടമായത്. ഇതോടെ ബാറ്റിംഗ് ഓർഡർ സ്ഥിരമായി ഒരു പൊസിഷനില്ലാതെയായി. ഇത് സഞ്ജുവിന്റെ ബാറ്റിംഗിനെയും ബാധിച്ചു. ഓപ്പണിംഗിൽ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയതോടെ ശുഭ്മാനെതിരെ മുറവിളി ഉയർന്നു. സഞ്ജുവിനെ തിരിച്ചുകൊണ്ടുവരണമെന്നും ആവശ്യമുയർന്നു. ഇതു പരിഗണിച്ചാണ് ലോകകപ്പ് ടീമിൽ നിന്ന് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്ന ഗില്ലിനെ ഒഴിവാക്കിയത്. പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായ സഞ്ജു സാംസണിന് ബാക്കപ്പായാണ് ഇഷാൻ ടീമിലെത്തിയത്. ലോകകപ്പിന് അതേ ടീമാണ് ന്യൂസിലൻഡിനെതിരെ ട്വന്റി പരമ്പരയിലും കളിച്ചത്. എന്നാൽ പരമ്പരയ്ക്ക് മുൻപ് തിലക് വർമ്മ പരിക്കേറ്റ് പുറത്തായതോടെ ഇഷാൻ കിഷനും പ്ലേയിങ് 11-ൽ സ്ഥാനം കിട്ടി. ആദ്യ മത്സരത്തിൽ തിളങ്ങിയില്ലെങ്കിലും 2ാം മത്സരം തൊട്ട് ഇഷാൻ കളം നിറഞ്ഞു. 5ാം മത്സരത്തിൽ ട്വന്റി കരിയറിലെ ആദ്യ സെഞ്ചുറിയും നേടി. മറുവശത്ത് 5 മത്സരങ്ങളിൽ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജുവാകട്ടെ ആകെ നേടിയത് 46 റൺസാണ്. ഇതാണ് സഞ്ജുവിന്റെ വിധി നിർണയിച്ചത്. സ്പോർട്സ് ഡെസ്ക്, കേരള പ്രണാമം.